ലോകി സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായി ലോകേഷ് കനകരാജിന്റെ തിരക്കഥയിൽ ഭാഗ്യരാജ് കണ്ണൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് രാഘവ ലോറൻസ് ലീഡിൽ വരുന്ന ബെൻസ്. രാഘവ ലോറൻസ്, നിവിൻ പോളി ഇവരൊക്കെയാണ് ബെൻസിൽ പ്രധാന ലീഡിൽ വരാൻ പോകുന്നത്. ബെൻസ് പോലൊരു സിനിമ ഇപ്പോഴും ഇത്ര ലൈവായി നിൽക്കാൻ കാരണം അത് ലോകി സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായുള്ള ഒരു സിനിമ ആയതുകൊണ്ടാണ്. അതാണ് ബെൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതൊരു LCU പടമാണ്. ലോകി സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇതുവരെ ഉള്ളത് 3 പടങ്ങളാണ്. കൈദി, വിക്രം, ലിയോ. ഇതേ യൂണിവേഴ്സ് ആണോ അതോ ഇതിന് പാരലായാണോ അതോ അല്ലെങ്കിൽ LCUവിന്റെ മറ്റൊരു ഫേസ് ആണോ ബെൻസ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തായാലും അതിനെപ്പറ്റി ഒരു ചെറിയ ക്ലാരിറ്റി ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അങ്ങനെ ബെൻസിലെ വില്ലനെ കുറച്ചു ദിവസം മുമ്പ് റിവീൽ ചെയ്തിരുന്നു. നിവിൻ പോളി. നിവിൻ പോളിയുടെ ഒരു ക്യാരക്ടർ ടീസർ ആയിരുന്നു ബെൻസിന്റെ ഭാഗത്ത് നിന്ന് പുറത്ത് വിട്ടത്. എന്തായാലും അത് ചെറുതായിട്ടൊന്ന് ഡീകോഡ് ചെയ്യാം. ട്വിൻ ഫിഷ് വാൾട്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് നമ്മുടെ നിവിൻ പോളി ബെൻസിൽ വരുന്നത്. വില്ലനാണ്. ഇനി സീൻ ബൈ സീൻ എടുത്തു പറയാം. ടീസർ ആരംഭിക്കുന്നത് ആള് വനക്കൊല്ലാത്ത റൂമിലിട്ട് വാൾട്ടർ ആരും ചോര നിറയ്ക്കും വരെ തല്ലിക്കൊല്ലുന്ന. അവിടുന്നാണ് വാൾട്ടറിന്റെ എൻട്രി. ഈ ബോഡി ഫുള്ള് ഗോൾഡ് ഒക്കെ വാരിയിട്ടൊരു പ്രത്യേകതരം ലുക്ക്. കയ്യിലും കഴുത്തിലും മാത്രമല്ല പല്ലിൽ വരെ ഗോൾഡ്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, വാൾട്ടർ ഗോൾഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. ചിലപ്പോ വാൾട്ടർ ഒരു ഗോൾഡ് സ്മഗ്ലർ ആവാം. ആ റൂമിൽ ആകെയുള്ളത് നിവിൻ പോളിയെ കൂടാതെ കുറച്ച് ടെക്സ്റ്റൈൽസ് ഡമ്മികളാണ്. അപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ്. ഡബിള്. വാൾട്ടറുടെ ഓപ്പോസിറ്റില് അതേ ലുക്കില് മറ്റൊരു നിവിൻ പോളി. വാൾട്ടർ ഒരു സൈക്കോ ലുക്ക് ആണെങ്കിൽ ഈ പുള്ളി ഒരു സിമ്പിൾ മനുഷ്യൻ, ടിപ്പിക്കൽ നിവിൻ പോളി. അവിടെയാണ് ഒരു കാര്യം റിവീൽ ആയത്. ബെൻസിൽ നിവിൻ പോളി ഡബിൾ ആണോ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ഡബിൾ അല്ല, അത് വേറൊരു പരിപാടിയാ. ഇവിടെ വാൾട്ടറിനെ നോക്കിയാലും നിവിനെ നോക്കിയാലും രണ്ടുപേർക്കും ചില സിമിലാരിറ്റീസ് ഉണ്ട്. എന്തിന് രണ്ടുപേരെയും കയ്യിലുള്ള ടാറ്റു വരെ സെയിമാ. സോ ഇവർ രണ്ടുപേരല്ല, ഒരാൾ തന്നെയാണ്. ഈ ടീസർ വാൾട്ടറിന്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ വാൾട്ടറിന് ട്വിൻ ഫിഷ് വാൾട്ടർ എന്നാണ് പറയുന്നത്. പുള്ളിയുടെ ലോഗോ തന്നെ ട്വിൻ ഫിഷ് ആണ്. വാൾട്ടറിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന നിവിൻ കഴിക്കുന്നത് പോലും 2 മീനാ. സോ ഇതെല്ലാം കാണിക്കുന്നത് വാൾട്ടറിന്റെ പെർസ്പെക്റ്റീവിലാണ്. ഈ ട്വിൻസ് എന്ന് പറയുന്ന റെഫറൻസ് എല്ലായിടത്തും കാണിക്കുന്നുണ്ട്. ഇവര് ട്വിൻസ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇവർ രണ്ടുപേരും ഒരാളാണ്. പിന്നെന്ത് വട്ടുപരിപാടിയെ കാണിച്ചെന്ന് ചോദിച്ചാൽ അതാണ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. ഇത് ട്വിൻസിനിടയിൽ ഉണ്ടാവുന്ന ഒരു തരം മെന്റൽ ഇഷ്യൂ ആണ്. ഫോർ എക്സാമ്പിൾ, ഐഡന്റിക്കൽ ട്വിൻസ് ആയിട്ടുള്ള 2 ബ്രദേഴ്സിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ ജീവിച്ചിരിക്കുന്ന ആൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഇത്. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ മരണപ്പെട്ടെന്ന് പറയുന്ന റിയാലിറ്റി അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർ ചില സമയങ്ങളിൽ മറ്റേ ആളെയും ജീവിക്കും, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞാൽ കൊടി സിനിമയിൽ ധനുഷിന് സംഭവിക്കുന്ന പോലെ ആ ഒരുത്തും തന്നെ മറ്റവനായിട്ടും ജീവിക്കും. അതിന് സിമിലർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ബെൻസിൽ വാൾട്ടറുടെ സൈഡിൽ വരുന്നതെന്നാണ് തോന്നുന്നത്. ഇനി ഇതിനെ നമുക്ക് LCയിലേക്ക് കൊണ്ടുവരാം. ബെൻസ് LCയിൽ വരുന്ന ഒരു സിനിമയാണ്. വിക്രം, കൈദി, ലിയോ ഈ യൂണിവേഴ്സിൽ നിന്ന് തന്നെയാണോ ബെൻസ് വരുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം കൈദി, വിക്രം, ലിയോ ഈ 3 പടങ്ങളായി ബെൻസ് അങ്ങോട്ട് ചേരുന്നില്ല. അങ്ങോട്ടൊരു മാച്ച് ഇല്ല. മാച്ച് എന്ന് പറയാവുന്നത് മറ്റൊരു പടവുമായിട്ടാണ്. ഈ ബെൻസ് നമ്മൾ ഇതുവരെ ഡീകോഡ് ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ ബെൻസിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്ന 2 കാര്യം, ഒന്ന് ഗോൾഡ് സ്മഗ്ലിങ്ങും മറ്റൊന്ന് ഹാർബറും ആണ്. ഇത് 2 കോമൺ ആയിട്ട് വരുന്ന പടം ലോകേഷിന്റെ കൂലി. കൂലി ഒരു സ്റ്റാൻഡ് അലോൺ പടമാണ്. ഇനിയിപ്പോ കൈദിക്ക് ശേഷം വിക്രം കൊണ്ടുവന്ന് യൂണിവേഴ്സ് ഉണ്ടാക്കിയതുപോലെ കൂലിയെ ബെൻസുമായി അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ കൊണ്ടുവരാൻ ഒരു ചെറിയ സാധ്യത ഇല്ലാതില്ല. അപ്പൊ ഇത്ര തന്നെ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കണ്ട. നമ്മൾ ഇനി ഇവിടെ തന്നെ.